നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിജെപിക്കും ഇഡിക്കും ഒരുപോലെ തിരിച്ചടി നൽകുന്ന ഒരു വാർത്ത കൂടിയാണിത്. വിവാദ മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 2 തിരികെ കീഴടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ ാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. മദ്യനയ കേസിൽ ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത കെജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തടസ്സമില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും അഭിഭാഷകർ ഒന്നടങ്കം പ്രതികരിച്ചു. ജുഡീഷ്യൽ ഇഡി കസ്റ്റഡികളിലായി 50 ദിവസത്തോളമാണ് കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞത്. അതേസമയം ജാമ്യം നൽകുന്നതിനെ ഇഡി എതിർത്തിരുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം മൗലികമോ ഭരണഘടനാപരമോ ആയ അവകാശമോ അല്ലെന്നാണ് സത്യവാങ്മൂലത്തിൽ ഇഡി പറഞ്ഞത്. ഒരു രാഷ്ട്രീയ നേതാവിനും പ്രചരണത്തിന് വേണ്ടി ജാമ്യം ലഭിച്ചിട്ടില്ലെന്നും കെജ്രിവാളിനെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ജയിലിൽ നിന്ന് പുറത്തുവിടുന്നത് തെറ്റായ മാതൃക സൃഷ്ടിക്കുമെന്നും ഇഡി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ആ വാദങ്ങളെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ കെജ്രിവാളിനെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി ഹൈക്കോടതി മെയ് 20 വരെ നീട്ടിയിരുന്നു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുകളൊന്നുമില്ലാതെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സാധ്യമാണോ എന്നും കോടതി ഇഡിയോട് ചോദിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ജാമ്യം ലഭിച്ചതോടെ ബിജെപിക്ക് വൻ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്.